നമസ്കാരം, ഞാൻ നേമം പുഷ്പരാജ്. ചിത്രകാരനാണ്, ബേസിക്കലി ആർട്ട് ഡയറക്ടറാണ്, സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്, ഫിലിം ഡയറക്ടറാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ഇന്നലെ അടൂർ സാറ് ഉദ്ഘാടനം ചെയ്തൊരു ചിത്ര പ്രദർശനം നടക്കുകയാണ്. ഇന്നലെ മുതൽ തുടങ്ങി 23-ാം തീയതി തുടങ്ങി 31 വരെയുണ്ട്, ഓഗസ്റ്റ്. ഒരു സമകാലികമായ വിഷയങ്ങളാണ് എൻ്റെ പെയിൻറ്റിങ്ങുകൾക്ക് ഒരു ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്ന രീതിയിൽ വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ അത് ചിത്രത്തിനകത്തൊരു ആശയം ഉണ്ടാകണോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചിത്രകാരൻ്റെ മനസ്സിൻ്റെ അയാളുടെ കാഴ്ചപ്പാടനുസരിച്ച് വരയ്ക്കാം. അത് അബ്സ്ട്രാക്റ്റ് ആവാം, വളരെ ഒരു ഫാൻറ്റസി ആവാം, അല്ലെങ്കിൽ ക്യൂബിസം സ്റ്റൈലിലാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങളെന്ന് പറയുന്നത് അതിനുള്ളിലൊരു ആശയം ഉണ്ടാകണമെന്നും അതിനുള്ളിൽ ഞാനുണ്ടാകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ ഇറക്കി വയ്ക്കാനുള്ളൊരു ഉപാധിയായിട്ടാണ് ഞാൻ എൻ്റെ ചിത്രകലയെ കാണുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലം മുതൽ അത്യാവശ്യം ഈ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുകയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന അപഭ്രംശങ്ങൾ, മൂല്യച്യുതി, ഇതൊക്കെ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. നമ്മൾ മാതൃകയായിട്ട് കാണുന്ന ആൾക്കാർ അപജയം സംഭവിക്കുമ്പോൾ അവരൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കാറുണ്ട്. അത്തരം അപഭ്രംശങ്ങളാണ് കൂടുതലും എൻ്റെ ചിത്രങ്ങളിൽ വിഷയമായിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം അത്തരത്തിലുള്ളതാണ്. ഇപ്പോൾ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹീനമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക, അല്ലെങ്കിൽ വിധികളിൽ പോലും സത്യസന്ധത ഇല്ലാതെ വരിക, വളരെ വേദനിപ്പിക്കുന്ന ഇതാണ്. നമ്മുടെ അവസാനത്തെ ആശ്രയമാണ് കോടതികളെന്ന് പറയുന്നത്. അപ്പോൾ കോടതികളിൽ പലപ്പോഴും നമുക്ക് നീതി ലഭിക്കാതിരിക്കുന്നു. രണ്ട് സൈഡിൽ നിന്നുള്ള വാദം കേട്ട ശേഷമാണ് വിധി പ്രഖ്യാപിക്കപ്പെടുന്നത്. സാക്ഷിയുടെയും പ്രതിയുടെയും വാദിയുടെയും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ സാക്ഷിമൊഴിയാണ് പ്രധാനമായിട്ട് കോടതികൾ ശ്രദ്ധിക്കുന്നത്. സാക്ഷികളെ വിലക്കെടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സമ്പത്തും അധികാരവും ഉണ്ടെങ്കിൽ പലതിനും വിലക്കെടുക്കാൻ കഴിയും. അവർക്ക് ഈ തെളിവുകളൊക്കെ പലപ്പോഴും വിലക്കെടുക്കാൻ കഴിയും. അതോടുകൂടി തന്നെ കോടതി വിധികൾ അട്ടിമറിക്കപ്പെടും. നമുക്ക് പ്രകടമായി അറിയാവുന്ന കുറ്റക്കാർ രക്ഷപ്പെടുന്നത് സമൂഹത്തിൽ കാണാറുണ്ട്. അതുമൊക്കെ വേദനിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതും വിമർശനാത്മകമായി ചിത്രീകരിക്കുന്ന ഒരുപാട് പെയിൻറ്റിങ്ങുകൾ ഒരു സീരിയലായിട്ട് തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ മാതൃകളായിട്ടുള്ള നവോത്ഥാന പുരുഷന്മാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ഒരു ആധികാരികമായ ഒരു സിമ്പലാണ് ഗാന്ധിജി. ഗാന്ധിജിയെ വിൽക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയിൽ നിന്ന് അണികൾ അകന്നു പോകുന്നു. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് അവരുടെ ശിഷ്യർ അല്ലെങ്കിൽ അവരുടെ അണികൾ അതിനെ തകിടം മറിച്ചുകൊണ്ട് ആ നന്മകളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ മൂല്യങ്ങളെ വെടിഞ്ഞുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിനെ ശരിക്കും സംഘർഷഭരിതമാക്കും, ചിലപ്പോൾ ഉറക്കം കെടുത്തും. ഇത്തരം ഘട്ടങ്ങളിൽ ഇത് ഒന്ന് വരച്ചു വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര ആശ്വാസമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെക്കുന്ന ഒരു ഫീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തെ വിറ്റ് നടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അവസരത്തിന് വേണ്ടിയിട്ട് ഏത് ദാർശനിക ചിന്തകളും ഇല്ലാതെ പല പാർട്ടിക്കുള്ളിലും കടന്നുകൂടുകയും അതിൻ്റെ നേർനിരയിൽ എത്തുകയും അവസാനം പാർട്ടിയെ വിറ്റ് നടക്കുന്നവരും ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും, ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും. അവരൊരുപക്ഷെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പോവുകയും ചെയ്യും, അടുത്ത കൂടുതൽ അവസരം നോക്കി പോകുന്നവരായിരിക്കും. അപ്പോൾ അത്തരം ചിത്രങ്ങളും ഈ എൻ്റെ ചിത്രത്തിൻ്റെ വിഷയമായി വന്നിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞ ഒരാൾ കുറേ ഗാന്ധിജിയെയും കാറൽ മാർക്സിനെയും യേശുവിനെയും ബുദ്ധനെയും ഒക്കെ മറ്റ് മതചിഹ്നങ്ങളെയും ഒക്കെ വിറ്റ് നടക്കുന്ന ഒരു വിൽപ്പനക്കാരൻ്റെ ഒരു ചിത്രമുണ്ട്. അതൊക്കെ ഈ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഒരുവിധം ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനെയും നിരാശപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവയാണ് ഏറ്റവും കൂടുതലായിട്ട് ചിത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ എൻ്റെ സ്വപ്നങ്ങളുണ്ട്, എൻ്റെ സങ്കല്പങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ചിത്രത്തിന് വിഷയമായിട്ടുണ്ട്. സാറിന് തൊട്ട് പുറകിലൊരു പെയിൻറ്റിംഗ് ഉണ്ട്, നമ്മളൊന്ന് അങ്ങോട്ട് പോയാലോ?
സാർ എന്താണ് അതിൽ ഉദ്ദേശിച്ചത്? സാറ് ഓക്കെ, ഇതിൽ തുടങ്ങി അങ്ങ് പോകാൻ മാത്രം. ഇതൊന്ന് എന്താണ് ഇത്? ആ ഒരു കുറേ ചിത്രങ്ങൾ പല കാലഘട്ടം ആണോ, അതോ എന്താണ് സാർ ഇത് ഉദ്ദേശിക്കുന്നത്? ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ഒരു സറിയലിസ്റ്റിക് ഭാവന പലപ്പോഴും വരാറുണ്ട്. റിയലിസത്തിൽ ഫാൻറ്റസി കലർന്നിട്ടുള്ള ഒരു സങ്കല്പം എൻ്റെ ചിത്രങ്ങളിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ വരച്ചു തുടങ്ങുന്നതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും പലരും സാൽവദോർ ഡാലിയിലേക്ക് ഇത് കൊണ്ടുവന്ന് കെട്ടും, അദ്ദേഹത്തിൻ്റെ നമ്മൾ കോപ്പി ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഇത് അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ഘട്ടത്തിൽ എൻ്റെ ചിത്രരചന നിന്നു, ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടായി. അപ്പോഴത്തേക്കും പിന്നീടാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്നെ സ്വാധീനിച്ചത് ഇതൊന്നും ആയിരുന്നില്ല. ആനയുടെ തലയുള്ള ഗണപതിയും അതൊരു ദൈവിക പരിവേഷത്തിലല്ല, നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിൽ നരസിംഹത്തിൻ്റെ തലയുള്ള നരസിംഹമൂർത്തി എന്ന് പറയുന്നത്, വാമനൻ, ഇതെല്ലാം നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടു വളരുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സറിയലിസം. അത് ഭയങ്കര ഒരു ഫാൻറ്റസിയാണ്. അപ്പോൾ ഇത് ഒരു ഡാലിയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ലോകത്തെമ്പാടും ഇതുണ്ട്. ഡാലിക്ക് മുമ്പ് എത്രയോ കാലമായിട്ടുണ്ട്. എല്ലാ ലോകരാഷ്ട്രങ്ങളിലും അത് സറിയലിസ്റ്റിക് ഭാവനകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സമാഹാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഡാലിയും വന്നിട്ടുണ്ട്. അതാണ് ഈ ചിത്രം. സാർ അത് എന്താണ്, ഗാന്ധിയുടെ നമ്മുടെ യേശുദേവനുണ്ട്, കാറൽ മാക്സ് ഉണ്ട്, പിന്നെ ബുദ്ധനുണ്ട്, ഗാന്ധിജിയൊക്കെ ഉണ്ടല്ലോ. സാർ എന്താണ് ഉദ്ദേശിച്ചത് ഈ ചിത്രം കൊണ്ട്? ഈ ചിത്രം തീർച്ചയായിട്ടും ഈ ഒരു എല്ലാം വിറ്റ് നടക്കുന്ന ഒരു അവസരവാദിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാവാം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതിയിൽ നിൽക്കുന്നവനാവാം. ഇവൻ ഈ മതങ്ങളെ ഉപയോഗിക്കുന്നു, ക്രൈസ്റ്റിനെ ഉപയോഗിക്കുന്നു, കാറൽ മാർക്സിനെ ഉപയോഗിക്കുന്നു, ഏറ്റവും വലിയ മഹത്തരമായ ഒരു ആദർശത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ശ്രീബുദ്ധനെ ഉപയോഗിക്കുന്നു, ബ്രഹ്മാവിനെ, സൃഷ്ടികർത്താവിനെ വിറ്റ് നടക്കുന്നു. അങ്ങനെ ഒരു വിൽപ്പന ചരക്കായിട്ട് എല്ലാത്തിനെയും കാണുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതാണ് ഈ ചിത്രത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ സ്വാമി വിവേകാനന്ദനുണ്ട്, ഗാന്ധിജിയുണ്ട്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ രണ്ട് വലിയ ഐക്കണുകളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയും കേരളത്തിൻ്റെ ഇരുളടഞ്ഞ കേരളത്തെ ഒന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഇവർ രണ്ടുപേരും ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങളെ മുഴുവൻ ശരിക്കും അവരുടെ തന്നെ അണികളിരുന്നിട്ടാണ് ഇതിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ആദർശമല്ല, അവിടെയും വിൽപ്പനയാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഈ മഹാവടവൃക്ഷത്തെ ഒരു ഏറ്റവും താഴെ ഒരു എലി ഇരുന്ന് അതിൻ്റെ വേരുകളെ കാർന്ന് തിന്നുകയാണ്. ഇത് അതിൻ്റെ അണികൾ തന്നെയാണ്, വേറെ പുറത്തുനിന്ന് ആരുമല്ല. പണ്ടേ നമ്മൾ ശ്രീബുദ്ധനെ ഇവിടുന്ന് ശിരച്ഛേദം ചെയ്ത് നാട് കടത്തി. വിവേകാനന്ദനെയും ഇപ്പോൾ പലതരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണോ ഉദ്ദേശിച്ചത് അതല്ല, മറിച്ച് അതിൻ്റെ നല്ല മൂല്യങ്ങളെ വിൽപ്പന ചരക്കാക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത്. ഇത് ഘടികാരണത്തിനുള്ളിലെ മനുഷ്യരാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് വളരെ പ്രകടമാണ്. ഇതിനകത്ത് സത്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആനുകാലികമാണ്. അതായത് മനുഷ്യനെ ഈ പശുക്കളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയോ, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവനെ കൊണ്ടുപോകുന്നവനെ അത് മാംസമാക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ഇടയ്ക്ക് വലിയ പത്രവാർത്തകളായിരുന്നു, ഇപ്പോൾ അതൊരു വാർത്തയല്ലാതായി. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന് കൊടുക്കുന്ന ഈ ഒരു പശുവിനോ അല്ലെങ്കിൽ ഒരു ജന്തുവിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും മനുഷ്യന് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ എൻ്റെ ചിന്ത പോയത്, ഇത് പണ്ട് ഗോക്കളം വെച്ച് നടന്ന ഒരു പശുപാലകൻ ഉണ്ടായിരുന്നു ഇവിടെ, കൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇന്ന് അവൻ യാദവനാണ്, കറുത്തവനാണ്. അവൻ ഇന്ന് പശുക്കളെ കൊണ്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ അയാൾക്കും ഉണ്ടാകും, കൃഷ്ണനും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പുല്ലാങ്കുഴൽ താഴെ കിടപ്പുണ്ട്, അനാഥരായിട്ട് അന്ന് പശുക്കളെ മേച്ച് നടന്ന ശ്രീകൃഷ്ണന്റെ അവസ്ഥ ഇതാകും എന്ന് എൻ്റെ ആശങ്കയാണ്. ഞാൻ കാലചക്രത്തിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരും. അദ്ദേഹം കിടക്കുന്ന കിടപ്പ് നമ്മുടെ പിയാത്തയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കിടപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ കന്യാമറിയത്തിൻ്റെ മടി കിടക്കുന്ന ഒരു പിയാത്തയുടെ ആ ഒരു പോസാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപഭ്രംശമാണ് ടോട്ടൽ എൻ്റെ കാഴ്ചപ്പാടിൽ പല മേഖലകളിലും നടക്കുന്നത്.
ത്രാസ് അല്ലേ? അതെ, പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നീതി പാലനം പലപ്പോഴും ഒരു വളരെ സംശുദ്ധമായി നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നുണ്ട്. അബലകളായിട്ടുള്ളവർ, അല്ലെങ്കിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ പറ്റാത്തവർ, കാശില്ലാത്തവർ, സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയാത്തവർ, നല്ല ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്താൻ പറ്റാത്തവർ, അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ഏറ്റവും വില കൂടിയ കാശ് കൊടുത്ത് വലിയ അഡ്വക്കേറ്റ്സുമാരെ ഇറക്കി വലിയ കുറ്റങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവർ വാദിച്ച് ജയിക്കുന്നു. ആ കൂട്ടത്തിൽ സാക്ഷികൾ അവർ വിലക്കെടുക്കുന്നു. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ഏറ്റവും അവസാനമാകുമ്പോൾ സാക്ഷികൾ കൂറുമാറുന്നു. ഇത്തരത്തിൽ നീതിയെ തകിടം മറിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് പലപ്പോഴും കോടതി മുറികളിൽ തന്നെ പിന്നെ ജഡ്ജിമാരുടെ വിധിയെക്കുറിച്ച് വിമർശനം കോടതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതികൾ അതിൻ്റെ മുകളിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് ജഡ്ജസോ ഈ വിധി ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ജഡ്ജിനെയാണ് നമ്മൾ ഒരു പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പക്ഷേ അത് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക്, ആശങ്കയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സിമ്പലാണിത്. ഈ അടുത്ത കാലത്തൊരു സിനിമ, സൂര്യയുടെ സിനിമ കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഈ നീതിപീഠവുമായി ബന്ധപ്പെട്ടാണ്. സാർ ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ്. ആ സിനിമ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. കറുപ്പ് സൂര്യ അഭിനയിച്ചത് 300 കോടി ക്ലബിൽ കയറിയ ഏതാണ്ട് ഈ നീതി നിഷേധത്തിനെതിരെയുള്ളൊരു ബെസ്റ്റ് ഫിലിമാണ്. സാർ ഒന്ന് കണ്ടു നോക്കിയിട്ട്. ഈ ചിത്രം ഇതും ഈ പറയുന്നത് പോലെ മിക്കവാറും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇത് പക്ഷേ 2 തലത്തിൽ ഞാൻ ഈ ചിത്രത്തെ കാണുന്നുണ്ട്. അതായത് ഒന്ന്, ഇവിടെ ബൗദ്ധ പാരമ്പര്യത്തെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തൂത്തുകളഞ്ഞത് ശങ്കരൻ വന്നിട്ടാണ്. ഈ ചിത്രത്തെ ഞാൻ 2 തരത്തിലാണ് കാണുന്നത്. ആ 2 തരത്തിൽ കണ്ടാണ് ഞാൻ വരച്ചത്. കാരണം സമാനമായ 2 സംഭവങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഒന്ന്, ഇവിടെ വളരെ ജാതിക്കും മതത്തിനും അതീതമായ ഒരു വലിയ സംസ്കാരമായിരുന്നു ബുദ്ധമതം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരെയും സ്നേഹത്തിലൂടെ ചേർത്ത് നിർത്തുന്ന ഒരു മതമായിരുന്നു. പക്ഷേ അതിൻ്റെ വളർച്ച വളരെ കൂടുകയപ്പോഴത്തേക്കും ശങ്കരാചാര്യർ വന്നിട്ട് ബുദ്ധമതത്തെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയായിരുന്നു, വാനിഷ് ചെയ്യുകയായിരുന്നു. സെയിം മറ്റൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്നത് ഒരു നീതിമാനാണ്. അദ്ദേഹം ത്രാസ് കയ്യിലുണ്ട്, അഗ്നിയുണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന അഗ്നി കണ്ടുപിടിച്ചതോടു കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ പുരോഗതിയുടെ ഒരു സിമ്പലായിട്ട് അഗ്നിയുണ്ട്, നീതിയുടെ സിമ്പലായിട്ട് ത്രാസുണ്ട്. അങ്ങനെ ഒരു നീതിമാനായ ഒരു ചക്രവർത്തിയെക്കുറിച്ച് കേരളത്തിൽ പറയുന്നത് മഹാബലിയാണ്. അങ്ങനെയുള്ള മഹാബലിയെ ഒരു കുള്ളൻ്റെ രൂപത്തിൽ വന്ന് ചതിക്കുകയാണ്. അത് ചതിവല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ വേറൊരാളായി അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ട് വന്ന് 3 ദിവസം സ്ഥലം ചോദിക്കുന്നു, എന്നിട്ട് മാറി എല്ലാം അപഹരിക്കുന്ന തരത്തിലൊരു വലിയ ചതിവാണ് നടന്നത്. അപ്പോൾ ആ ചതിവ് എന്നിട്ട് ഈ വാമനൻ മുകളിലിരുന്നു കൊണ്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നു. ഞാൻ ഇതിനകത്തൊരു ആയുധ പ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കുത്തി വീഴ്ത്തുന്നതായിട്ടാണ് ഞാൻ ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കുത്തി വീഴ്ത്തുന്നതിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ചോരയാണ് ഈ താഴെ കിടക്കുന്ന പൂക്കളമായിട്ട് മാറുന്നതെന്നും ഇന്ന് നമ്മളിടുന്ന അത്തപ്പൂക്കളം ആ ഒരു മഹാബലിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയ്ക്കാണെന്നുമാണ് എൻ്റെ ഒരു വ്യാഖ്യാനം. അതാണ് ഈ ചിത്രത്തിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ ചിത്രത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഇന്നത്തെ ഈ കോടതികൾ തന്നെയാണ്. കോടതികൾ ഒരുപാട് കാശുള്ളവന് നല്ല വക്കീലന്മാരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നല്ല വക്കീലന്മാരെ ഏർപ്പാട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വക്കീൽ വന്നിട്ട് അത് വാദിയാണോ പ്രതിയാണോ അയാൾ കൊലപാതകിയാണോ ഇതൊന്നും അവർ നോക്കുന്നില്ല. അവരവരുടെ ഫീസ് പറയുന്നു, കേസ് ഏറ്റെടുക്കുന്നു, വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് ഒരു മുഖംമൂടി എടുത്ത് അണിയാണ് ചെയ്യുന്നത്. അത് ഏതാൾക്കും ആവാം. ആദ്യം വാദിയാണ് ഇയാളെ സമീപിക്കുന്നതെങ്കിൽ വാദിക്ക് വേണ്ടി പറയുന്നു, പ്രതിയാണ് കൂടുതൽ ഫീസ് കൊടുത്തിട്ട് ഇയാളെ സമീപിക്കുന്നതെങ്കിൽ പ്രതിക്ക് വേണ്ടി. അവിടെ ഒരു തത്വദീക്ഷ എന്ന് പറയുന്നില്ല, വെറും ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് കേസിനെ വിജയിപ്പിക്കുക, അയാളുടെ ഭാഗം വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നീതിപീഠം ഒരു ഉറച്ച നിലയിൽ നിൽക്കാൻ പറ്റാതെ നീതിപീഠം ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ വീണുപോകുമോ എന്നുള്ള ഒരു പരിഭ്രാന്തി നമ്മളിലേക്ക്, ഈ പ്രേക്ഷകരിലോ അല്ലെങ്കിൽ ഇത് കാണുന്നവരിലേക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് എപ്പോഴും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നന്നായിട്ട് വാദിച്ച് വിജയിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ സത്യം ജയിക്കണമെന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇതിനകത്ത്. ഈ കഴുകൻ്റെ കണ്ണോടുകൂടി വളരെ സൂക്ഷ്മമായി, കഴുകൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഭയങ്കര സൂക്ഷ്മമാണ്. അപ്പോൾ അത് നീതി വായിച്ച് പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മാർഗം മാത്രമാണ് തേടുന്നത്. ഈ വക്കീലിൻ്റെ തന്നെ കയ്യിൽ ഒരു പൂവും അയാളൊരു കത്തിയും സൂക്ഷിച്ചിട്ടുണ്ട്. രക്ഷിക്കാനും ശിക്ഷിക്കാനും അയാൾക്ക് കഴിയും. ഒരു വക്കീലിനെ നമ്മളെ ഏൽപ്പിക്കുന്നു. കള്ളനായ വക്കീലാണെങ്കിൽ അയാൾ പ്രതിഭാഗം ചേർന്നുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ചതിക്കും. അവിടുന്ന് അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ നീതി ദേവത എന്ന് പറയുന്നത് ഒരു അലങ്കാര വസ്തുവായിട്ട് അങ്ങ് മാറുകയാണ്. മറിച്ച് നീതിക്ക് നിസ്സഹായമായി പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചുറ്റുവട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ചിത്രം എന്ന് പറയാം. ശരിക്കും ചിത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടഭിപ്രായമുണ്ട്. ചിത്രങ്ങൾ സ്വയം സംസാരിക്കുന്നതാണ്, നമ്മൾ എന്തിനാണ് വിശദീകരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ബുദ്ധിജീവികളായിട്ടുള്ള വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജോലി കഴിഞ്ഞു, ബാക്കി കാണുന്നവനിലൂടെയാണ് ചിത്രം വളരേണ്ടതും അറിയേണ്ടതും എന്നുള്ളത് അതൊരു വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിൽ അങ്ങനെ ഒരു ചിത്ര സാക്ഷരത കേരളത്തിലില്ല. ഇപ്പോൾ കഥകളിയുടെ മുദ്രകൾ അറിയുന്നവനെ കഥകളി അറിയാൻ പറ്റുള്ളൂ. ചിത്രം ഒരുപാട് മാറ്റങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹാരപ്പ മോഹൻജദാരോ ഗുഹാ ചുവരുകളിൽ തുടങ്ങുന്ന ചിത്രങ്ങളിൽ തുടങ്ങി ഒരുപാട് മാറ്റങ്ങളിലൂടെ ട്രൈബൽ ആർട്ടിലൂടെ മ്യൂറൽ ചിത്രങ്ങളിലൂടെ പലതര തഞ്ചാവൂർ പെയിൻറ്റിങ് പോലെ അല്ലെങ്കിൽ മുഗൾ പെയിൻറ്റിങ് പോലെ ഇങ്ങനെ മാറി ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നാണ് റിയലിസത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് മറ്റ് ക്യൂബിസം, എക്സ്പ്രഷൻസ്, ഇംപ്രഷൻസ്, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ലോകത്ത് ഇത്രമാത്രം പരീക്ഷണങ്ങൾ നടന്ന വേറൊരു കലയുമില്ല. സാഹിത്യത്തിലും കവിതയിലും ഒക്കെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ ആദ്യം നടന്നിട്ടുള്ള ചിത്രകലയിലാണ്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നടന്ന ഒരു ചിത്രകലയുടെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാക്ഷരത സാധാരണക്കാരനില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിത്രത്തെക്കുറിച്ച് ചിത്രകാരന് പറയുന്നത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഈ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നത്. ഇത് ഒരു പക്ഷേ ചിത്രങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് കാണുന്ന പലർക്കും ഒരുപക്ഷെ അരോചകമായി തോന്നാം. പക്ഷെ അതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന് കുഴപ്പമിതാണ്. അപ്പോൾ ഞാൻ ഷാഹി ഇഫക്റ്റ് എന്നാണ് ഒരു ചാനലിൻ്റെ പേര്. ഇഫക്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനലുണ്ട്. ഇഫക്റ്റ് മാഗസിൻ, ഒരു പ്രിൻ്റഡ് മാഗസിൻ ഉണ്ട്. effectnews.in വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാം ഇഫക്റ്റ് ന്യൂസാണ്. അപ്പോൾ കണ്ടതിൽ സന്തോഷം സാർ. സാറിൻ്റെ ഒരു നീതിക്ക് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, അതായത് സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് എല്ലാവിധ സപ്പോർട്ടും തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക്സ്.